വടക്കൻ മഹാരാഷ്ട്രയിലൂടെയുള്ള സഞ്ചാരം തുടരുകയാണ്. നാഷിക് പട്ടണം കടന്ന് ആ പട്ടണത്തിന് സമീപമുള്ള ഒരു ഗ്രാമപ്രദേശത്തുകൂടിയാണ് ഇപ്പോൾ യാത്ര. മുന്തിരിത്തോപ്പുകളും വൈൻ ഉൽപാദന കേന്ദ്രങ്ങളുമൊക്കെ ഉള്ളത് ഗ്രാമങ്ങളിലാണ്. അതുകൊണ്ടാണ് ഇന്ന് പട്ടണത്തിൽ താമസിക്കേണ്ടെന്നും ഗ്രാമത്തിലേക്ക് പോകാമെന്നും തീരുമാനിച്ചത്. ഇവിടെ അടുത്ത് ഗംഗാവാരെ എന്നൊരു ഗ്രാമമുണ്ട്. നല്ലൊരു റിസോർട്ടുണ്ട് അവിടെ. ആ റിസോർട്ടിലാണ് ഇന്ന് താമസിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. മഹാരാഷ്ട്രയുടെ ഒരു പ്രസക്തിയുമില്ലാത്ത ഉൾനാടുകളിലൂടെയാണ് യാത്ര. അങ്ങനെ പോകവേ സുലയുടെ ക്യാമ്പസ് കണ്ടു. ഇന്ത്യയിലെ ഏറ്റവും വലിയ വൈൻ ഉൽപാദകരാണ് സുല. അവരുടെ ഒരു ഫാക്ടറിയും ഡെമോൺസ്ട്രേഷൻ സെന്ററുമൊക്കെയാണ് ഇവിടെയുള്ളത്. ഇവരുടെ പ്രധാന വീൻയാർഡ് ഇവിടെ നിന്നും ഏകദേശം 40 കിലോമീറ്റർ അകലെയാണ്. ധാരാളം ടൂറിസ്റ്റുകൾ വരുന്ന ഒരു പ്രദേശമാണിത്. ഗ്രാമപ്രദേശമാണെങ്കിലും ഇവിടെ വലിയ ഏതാനും റിസോർട്ടുകളുണ്ട്. നാഷിക് ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്. ഇവിടെ അടുത്ത് ഗോദാവരി നദി രൂപപ്പെടുത്തുന്ന വലിയൊരു റിസർവോയറുണ്ട്. ഗംഗാപൂർ ഡാം എന്നാണ് അതറിയപ്പെടുന്നത്. അതിനു സമീപമുള്ള ഗംഗാപൂർ പട്ടണത്തിന്റെ പ്രാന്തപ്രദേശമാണ് ഇവിടമൊക്കെ. ഗോദാവരിയിലെ ഡാം വന്നതോടെ ആകെ ഒന്ന് ഉണർന്ന പ്രദേശങ്ങൾ. മഹാരാഷ്ട്രയുടെ തനി ഗ്രാമീണ ജീവിതം കാണാവുന്ന ഇടങ്ങൾ. പശുക്കളെ തെളിച്ചു നടക്കുന്ന സാധാരണ കർഷകർ, ചെറിയ കൃഷിയിടങ്ങൾ. അങ്ങനെ ഓടി കുറെ ദൂരം ചെല്ലുമ്പോൾ ഒരു കുന്നും പുൽമേടുമൊക്കെ കാണുന്നു. അവിടെ അങ്ങേയറ്റത്ത് ഒരു കെട്ടിടത്തിന്റെ നിഴൽ രൂപമുണ്ട്. അതാണ് ഞാൻ മുറി ബുക്ക് ചെയ്തിരിക്കുന്ന ആര്യ റിസോർട്ട്. അവിടേക്കടുത്തു. ഇതാണത്. വായിച്ചറിഞ്ഞാണ് ഞാൻ ഇവിടെ റിസോർട്ട് ബുക്ക് ചെയ്യാൻ തീരുമാനിച്ചത്. മനോഹരമായ ഒരു റിസോർട്ടാണ് ആര്യയെന്നും അതിന്റെ പരിസരത്ത് അനേകം കാഴ്ചകളുണ്ടെന്നും വായിച്ചറിഞ്ഞിരുന്നു. റിസോർട്ടിന്റെ ക്യാമ്പസിനകത്തേക്കു കയറി. ഈ കെട്ടിടത്തിന്റെ ചിത്രം കണ്ടിട്ടാണ് ഞാൻ ഇതിൽ ആകർഷ്ടനായത്. ഗംഭീരമായ ഒരു റിസോർട്ടാണ്. സാധാരണമായ ഒരു റിസോർട്ടിന്റെ രൂപഭാവങ്ങളെയല്ല. റിസോർട്ടിന്റെ റിസപ്ഷന് മുന്നിൽ കാർ ചെന്നു നിന്നു. ഞാൻ അവിടെ ഇറങ്ങി. അല്പം തുക അധികം നൽകിയപ്പോൾ ഗംഗാറാം ഹാപ്പിയായി. ഇതാണ് റിസോർട്ട്. ഞാൻ റിസോർട്ടിന് മുന്നിലെ കോർട്ട്യാർഡിലേക്ക് കയറി ചെന്നു. കണ്ടംപററി ശൈലിയിലുള്ള അതിമനോഹരമായ ഒരു നിർമ്മിതി. നമ്മുടെ നാട്ടിൽ ഹോട്ടലുകളും റിസോർട്ടുകളുമൊക്കെ നിർമ്മിക്കുമ്പോൾ ചതുരപ്പെട്ടി പോലുള്ള കോൺക്രീറ്റ് കെട്ടിടങ്ങളാണല്ലോ പതിവ്. അതിൽ കള്ളി തിരിച്ചതുപോലെ കുറെ മുറികളുമുണ്ടാവും. ഇവിടെ അങ്ങനെയല്ല. റിസോർട്ട് കെട്ടിടം, അതിന്റെ മുറ്റം, ആളുകൾക്ക് വിശ്രമിക്കാനുള്ള ഇടങ്ങൾ, മുറികളുടെ പൊസിഷൻ, പൂൾ, ലോൺ എന്നിവയെല്ലാം പ്രത്യേകമായ ഒരു ശൈലിയിലാണ്. ഞാൻ നിൽക്കുന്നതിനിടയിൽ കൂറ്റനൊരു ഇവന്റ് സെന്ററുമുണ്ട്. 2019 പണിതതാണ് റിസോർട്ട്. 60 മുറികളുണ്ട് ഇതിൽ. ഞാൻ ഈ നിൽക്കുന്നതിന്റെ ചുവട്ടിലാണ് 15,000 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള ബാങ്കറ്റ് ഹാൾ. അതാണ് റിസോർട്ടിന്റെ വലിയൊരു ആകർഷണം. വിവാഹവും വലിയ സമ്മേളനങ്ങളുമൊക്കെ നടത്താം. ഞാൻ മുറ്റത്ത് നിന്ന് റിസപ്ഷനിലേക്ക് നടന്നു. സഞ്ജയ് പുരി ആർക്കിടെക്ട്സ് എന്ന ആർക്കിടെക്ട് കമ്പനിയാണ് ഈ റിസോർട്ട് ഡിസൈൻ ചെയ്തത്. ഗംഭീരമായ ഡിസൈനാണ്. ഇവിടേക്ക് കയറിയെത്തുമ്പോൾ തന്നെ അത് ഫീൽ ചെയ്യും. അന്തരീക്ഷത്തിൽ നല്ല തണുപ്പ്. ഇതാണ് റിസപ്ഷൻ ഏരിയ. എല്ലായിടവും കണ്ടംപററി ശൈലിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വലിയ തുക മുടക്കിയിട്ടുണ്ട്. നാച്ചുറൽ സ്റ്റോണിന്റെയും മറ്റും വർക്കുകളാണ് കൂടുതലും. കേരളത്തിലും ഹോട്ടലുകളും റിസോർട്ടുകളും പണിയുമ്പോൾ ഇത്തരത്തിലുള്ള ശൈലികൾ സ്വീകരിക്കണം. അതിന് പുതിയ ഡിസൈനർമാരും ആർക്കിടെക്റ്റുകളും രംഗത്തിറങ്ങേണ്ടതുണ്ട്. എനിക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയുള്ള മുറിയാണ് കിട്ടിയത്. 6,000 രൂപ വാടകയുള്ള മുറി. 10,000 രൂപ വരെ ഈടാക്കുന്ന മുറികൾ ഇവിടെയുണ്ട്. ഇതാണ് എന്റെ മുറി. ഗ്രൗണ്ട് ഫ്ലോറിലെ 1ാമത്തെ റൂം. നല്ല സൗകര്യമുള്ള മുറി തന്നെയാണ്. വുഡൻ ഫ്ലോറിങ്ങും മികച്ച ഫർണിച്ചറുകളുമെല്ലാമായി മനോഹരമായ മുറി. 6,000 രൂപയ്ക്ക് നഷ്ടമില്ല. മുംബൈ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന വാസ്തുവിദ്യാ കമ്പനിയാണ് ഇതിന്റെ ഡിസൈനർമാരായ സഞ്ജയ് പുരി ആർക്കിടെക്ട്സ്. 1992 മുതൽ ആർക്കിടെക്ചർ രംഗത്തുള്ള കമ്പനിയാണത്. റെസിഡൻഷ്യൽ ബിൽഡിംഗുകൾ, ഓഫീസുകൾ, ഹോസ്പിറ്റാലിറ്റി കെട്ടിടങ്ങൾ എന്നിവ കണ്ടംപററി ശൈലിയിൽ ഡിസൈൻ ചെയ്തതിലൂടെ വളരെ പെട്ടെന്ന് പ്രശസ്തിയിലേക്ക് ഉയർന്നവരാണ് സഞ്ജയ് പുരി ആർക്കിടെക്ട്സ്. ഞാനൊന്ന് കുളിച്ചു ഫ്രഷായി. രാവിലെ മുതലുള്ള യാത്രയുടെ ക്ഷീണവും ദേഹത്ത് നല്ല പൊടിയുമുണ്ടായിരുന്നു. മുറിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴേക്കും നേരം ഇരുട്ടി.
ഇരുട്ടത്തും ഈ റിസോർട്ട് കാണാൻ നല്ല രസമാണ്. ഞാൻ പുറത്തേക്കിറങ്ങി. മുറ്റമെന്ന് പറയുന്നതിനേക്കാൾ വലിയൊരു ബാൽക്കണി എന്ന വിശേഷണമാണ് ഈ ഭാഗത്തിന് ചേരുക. ഈ ഭാഗത്തിന്റെ ചുവട്ടിലാണ് റിസോർട്ടിലെ ബാങ്കറ്റ് ഹാൾ. മുറ്റം പോലെ ഈ രൂപപ്പെടുത്തിയിരിക്കുന്നത് ബാങ്കറ്റ് ഹാളിന്റെ ടെറസാണ്. ഇതാണ് റിസപ്ഷനുള്ള ഭാഗം. സ്റ്റോൺ വർക്കും ലൈറ്റിന്റെ വിന്യാസവുമെല്ലാം ഗംഭീരം. ഒപ്പം തണുപ്പ് കൂടിയാവുമ്പോൾ ഒരു സുഖവാസ റിസോർട്ടിന്റെ എല്ലാ അനുഭവങ്ങളും ലഭിക്കുന്നു. ഇളം കാറ്റ്. ഈ നേരത്ത് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് രസകരമായ ഒരു അനുഭവം തന്നെയാവുന്നു. ഇത് രൂപകൽപ്പന ചെയ്തവരെ അഭിനന്ദിക്കുക തന്നെ വേണം. 60 മുറികളുണ്ട് ഇതിൽ. ഞാൻ ഈ ചെല്ലുന്ന ദിവസങ്ങളിലൊക്കെ മിക്കവാറും ഹൗസ്ഫുള്ളാണ്, പ്രത്യേകിച്ച് വീക്കെൻഡുകളിൽ. വൃത്തിയായി പരിപാലിക്കുന്നു. പ്രൊഫഷണലി മാനേജ് ചെയ്യപ്പെടുന്നുമുണ്ട്. ഞാൻ അത്താഴം കഴിക്കാൻ റിസോർട്ടിന്റെ റെസ്റ്റോറന്റിലേക്ക് ചെന്നു. വെജിറ്റേറിയൻ ഭക്ഷണമേ ഇവിടെ ലഭിക്കൂ. ഞാനൊരു സൂപ്പിൽ തുടങ്ങി. പിന്നെ വെജിറ്റേറിയൻ വിഭവങ്ങളുടെ രുചി നന്നായി നുകരുകയും ചെയ്തു. പിറ്റേന്ന് അതിരാവിലെ തന്നെ എണീറ്റ് റിസോർട്ടിന്റെ മുന്നിലേക്കെത്തുമ്പോൾ ഇവിടെ വേറൊരു ആംബിയൻസ് ആണ്. നല്ല തണുപ്പ്. ചെറിയ മൂടൽമഞ്ഞുമുണ്ട്. കടപ്പ സ്റ്റോൺ വിരിച്ച മുറ്റം. ഈ മുറ്റം തന്നെയാണ് ഏറ്റവും ആകർഷകം. ഇവിടുത്തെ ഫർണിച്ചർ പോലും റിസോർട്ടിനു വേണ്ടി തന്നെ ഡിസൈൻ ചെയ്തതാണ്. ഒരു കുന്നിൻ ചെരുവിലാണ് റിസോർട്ട്. പക്ഷേ ആ കുന്ന് വെട്ടിനിരത്താതെ അതിന്റെ കിടപ്പിനനുസരിച്ച് കെട്ടിടം പണിതിരിക്കുന്നു. പരിസരവും ഏറെ മനോഹരം. ഈ പരിസരങ്ങളിലെല്ലാം ധാരാളം വീൻ യാർഡുകളുണ്ട്. വൈൻ ഉൽപാദനത്തിനുള്ള മുന്തിരി വിളയുന്ന തോപ്പുകൾ. നാഷിക് അതിന്റെ ഒരു കേന്ദ്രമാണ്. ധാരാളം ടൂറിസ്റ്റുകൾ എത്തുന്നുണ്ട് ഇവിടെ. ഗോദാവരി നദിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഗംഗാപൂർ ഡാം ഇവിടെ അടുത്താണ്. അതും ഈ പ്രദേശത്തിന്റെ ഒരു ആകർഷണമാണ്. ഞാൻ റിസോർട്ടിന് മുന്നിലൂടെ ഒന്ന് നടന്നു. റിസോർട്ടിന്റെ ക്യാമ്പസിലൂടെ വ്യായാമത്തിനായുള്ള ഒരു ചുറ്റിനടത്തം. നാച്ചുറൽ സ്റ്റോണും പടർന്നു വളരുന്ന വള്ളിച്ചെടികളും അവയോടിണങ്ങുന്ന ഫർണിച്ചറുകളും. റിസോർട്ടിലെ ഈ സംവിധാനങ്ങളൊക്കെ എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. പ്രോപ്പർട്ടികൾ ഡിസൈൻ ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ വേണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കാത്തിരിക്കുമ്പോഴേക്കും ഞാൻ വിളിച്ച ടാക്സി എത്തി. ഇന്നെനിക്ക് ഇവിടെ പരിസരത്തുള്ള കുറേ കാഴ്ചകളിലേക്ക് പോകണം. അതിനുവേണ്ടിയാണ് ടാക്സി വിളിച്ചു വരുത്തിയത്. ഇതാണ് ടാക്സിക്കാരൻ. പേര് സന്തോഷ്. ഇദ്ദേഹത്തിന് ഈ കാറ് കൂടാതെ 2 ഓട്ടോറിക്ഷകൾ കൂടിയുണ്ട്. രസികനായ ഒരു ഡ്രൈവർ. ഓരോ കാഴ്ചകളിലേക്കും പോകണമെന്ന് പറയുമ്പോൾ ഇപ്പൊ ശരിയാക്കി തരാം സാർ എന്ന് പറഞ്ഞാണ് കൊണ്ടുപോകുന്നത്. നമ്മുടെ ഒരു സിനിമയിൽ കുതിരവട്ടം പപ്പുവിന്റെ കഥാപാത്രം പറയുന്നത് പോലെ. ആദ്യം തന്നെ ഗംഗാപൂർ ഡാം ഗോദാവരിയിൽ സൃഷ്ടിച്ച റിസർവോയർ കാണാൻ പോകാമെന്ന് ഞാൻ പറഞ്ഞു. ഈ മേഖലയിലെ വലിയൊരു റിക്രിയേഷൻ ഏരിയയാണ് ആ റിസർവോയർ. അന്തരീക്ഷത്തിലെ മൂടൽമഞ്ഞ് മാറിയിട്ടില്ല. ഈ കുന്നിന്റെ ചെരുവിൽ ഗോദാവരി വലിയൊരു തടാകം പോലെ രൂപപ്പെട്ടിരിക്കുകയാണ്. അവിടേക്ക് പോകുമ്പോൾ ഇവിടെ ചില ഹോട്ടലുകളൊക്കെ കാണാം. സിയോണ എന്ന റിസോർട്ടാണിത്. ഒരിടത്തെത്തിയപ്പോൾ കാർ ഒരു മൺപാതയിലേക്ക് തിരിഞ്ഞു. ഇരുഭാഗത്തും മതിൽക്കെട്ടുകൾ. അതിനപ്പുറം വലിയ കൃഷിയിടങ്ങളാണ്. ഫാം ടൂറിസത്തിന്റെ ഭാഗമായി ധാരാളം ആളുകൾ വന്ന് താമസിക്കുന്ന ഇടങ്ങളാണ് ഇവിടുത്തെ കൃഷിത്തോട്ടങ്ങൾ. അവിടെ ധാരാളം ഹോം സ്റ്റേകളുണ്ട്. ചെറിയ റിസോർട്ടുകളും. മുന്തിരിത്തോപ്പുകൾ, മാവിൻ തോട്ടങ്ങൾ, ഓറഞ്ച് തോട്ടങ്ങൾ എന്നിവയൊക്കെ ഉണ്ട് ഇവിടെ. ആ തോട്ടങ്ങളിലെല്ലാം സിറ്റിയിൽ നിന്നുള്ള ധാരാളം ആളുകൾ വന്ന് താമസിക്കാറുമുണ്ട്. ഇക്കാണുന്നത് സിയേസ്ത എന്ന റിസോർട്ടാണ്. അങ്ങനെ നിരവധി എണ്ണം. മഹാരാഷ്ട്രയിലെ സമ്പന്നരായ ആളുകൾ വെക്കേഷൻ ചെലവഴിക്കാനായി ഇങ്ങനെയുള്ള പ്രദേശങ്ങളിലേക്കും വരുന്നു. തൊട്ടടുത്തുള്ള നാഷിക് സിറ്റിയിൽ നിന്നും മാത്രമല്ല, മുംബൈയിൽ നിന്നും ഔറംഗാബാദിൽ നിന്നുമെല്ലാം ധാരാളം ആളുകൾ സുഖവാസത്തിനായി നാഷിക്കിലേക്ക് വരുന്നു. ഫലവൃക്ഷങ്ങളുടെ വലിയ തോട്ടങ്ങളുണ്ട് ഇവിടെ. നല്ല കാലാവസ്ഥയായതിനാലും ഡാമിൽ നിന്ന് യഥേഷ്ടം വെള്ളം ലഭിക്കുന്നതിനാലും ഫലവൃക്ഷങ്ങൾ ഇവിടെ തഴച്ചു വളരുന്നു. പൊടിശല്യം ഒഴിവാക്കാനായി രാവിലെ തന്നെ ആരോ മൺപാത നനച്ചിട്ടിട്ടുണ്ട്. കുറെ ദൂരം ചെന്നപ്പോൾ കാർ റിസർവോയറിന്റെ സമീപത്തേക്ക് എത്തുകയാണെന്ന് മനസ്സിലായി. ഒരു കുന്നിൻ മുകളിലെ വിജനതയിലേക്കാണ് എത്തുന്നത്. കുന്നിൻ മുകളിൽ ഒരിടത്ത് ഏതാനും പേർ വടാപ്പാവ് വിൽക്കാനുള്ള വണ്ടി ക്രമീകരിക്കുന്നുണ്ട്. ഒരു താൽക്കാലിക പന്തൽ ഉയർന്നു കഴിഞ്ഞു. അവരുടെ കിച്ചണെല്ലാം ആ വണ്ടിക്കകത്താണ്.
വടാപാവ്, ടീ എന്നൊക്കെ വണ്ടിമേൽ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇഡലി, ദോശ എന്നൊക്കെ പറയുന്നത് പോലെ ഇവിടെ സാധാരണക്കാരുടെ ഇഷ്ടപ്പെട്ട ഭക്ഷണമാണത്. കുന്നിന്റെ നെറുകയിലേക്ക് എത്തുമ്പോൾ അപ്പുറം ഗോദാവരി നദി കാണാം. നദിയിൽ ഡാം നിർമ്മിച്ചപ്പോൾ രൂപപ്പെട്ട വിശാലമായ തടാകം. അതൊരു കടൽ പോലെ കിടക്കുകയാണ്. പല ഭാഗത്തും മറുകര കാണാനാവാത്ത വിധമാണ് റിസർവോയർ. അതിന്റെ തീരത്ത് നാട്ടുകാർ മത്സ്യബന്ധനത്തിന് പോകുന്ന വള്ളങ്ങൾ കയറ്റിവെച്ചിരിക്കുന്നു. റിസർവോയറിലൂടെയുള്ള ബോട്ടിംഗ് ഇവിടുത്തെ ഒരു ടൂറിസം ആക്ടിവിറ്റിയുമാണ്. ഈ റിസർവോയറിന്റെ ഓരത്തെ ഗ്രാമങ്ങളിൽ ധാരാളം ആളുകൾ മത്സ്യബന്ധനം നടത്തി ജീവിക്കുന്നുണ്ട്. അടിഭാഗം പരന്ന തരത്തിലുള്ള വള്ളമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. നമ്മൾ സാധാരണ കാണുന്നത് പോലെ കുഴിഞ്ഞ വള്ളമല്ല. വലിയ ഒഴുക്കോ ഓളത്തള്ളലോ ഇല്ലാത്തതുകൊണ്ടാവാം വള്ളങ്ങൾക്ക് ഈ രൂപം. 1965 നിർമ്മിച്ച ഒരു എർത്ത്ഫിൽ ഡാമാണ് ഗംഗാപൂർ അണക്കെട്ട്. ഇന്ത്യയിലെ തന്നെ വലിയ മണ്ണണകളിൽ ഒന്നാണത്. പരന്നൊഴുകിയിരുന്ന ഗോദാവരി നദിയിൽ ഡാം വന്നതോടെ ഇവിടെ വലിയൊരു റിസർവോയർ രൂപപ്പെടുകയായിരുന്നു. രാവിലെ തന്നെ കുറച്ചുപേർ ഡാം പരിസരത്ത് വന്നിട്ടുണ്ട്. ചെറുപ്പക്കാരാണ്. ഈ പരിസരങ്ങളിലുള്ള ഹോം സ്റ്റേകളിലും മറ്റും താമസിക്കുന്നവരാകാം. പല യൂണിവേഴ്സിറ്റികളിൽ നിന്നും കോളേജുകളിൽ നിന്നുമൊക്കെ ഇത്തരത്തിലുള്ള സംഘങ്ങൾ വന്ന് ഡാമിന്റെ പരിസരത്തെ ഹോം സ്റ്റേകളിൽ ക്യാമ്പ് ചെയ്യാറുണ്ട്. പ്രധാനമായും കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഗംഗാപൂർ ഡാം നിർമ്മിച്ചിരിക്കുന്നത്. നാഷിക്കിലും പരിസരത്തുമുള്ള വലിയൊരു പ്രദേശത്തെ കൃഷിയിടങ്ങളെ ഫലഭൂയിഷ്ടമാക്കുന്നത് ഇതിൽ നിന്നുള്ള വെള്ളമാണ്. സമീപ പട്ടണങ്ങളിലേക്ക് ശുദ്ധജല വിതരണത്തിനും ഇത് ഉപയോഗിക്കുന്നു. 36.5 മീറ്റർ ഉയരവും 3902 മീറ്റർ നീളവുമുണ്ട് ഗംഗാപൂർ ഡാമിന്. 4612 ക്യൂബിക് കിലോമീറ്ററാണ് ഡാമിന്റെ സംഭരണശേഷി. ഗംഗാപൂർ ഡാമിന് മുകളിലായി 2000 ആണ്ടിൽ കാശ്യപി ഡാം എന്ന പേരിൽ മറ്റൊരു അണക്കെട്ടും നിർമ്മിച്ചിട്ടുണ്ട്. ഇവിടെ വലിയൊരു വള്ളം കരയ്ക്ക് കയറ്റി വെച്ചിരിക്കുന്നു. മലേഷ്യ, തായ്ലാന്റ്, ടാൻസാനിയ, ചൈന. സഞ്ചാരം വോളിയം നമ്പർ 12. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995444222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. തടാകത്തിന്റെ തീരത്ത് തന്നെ ഉള്ളി കൃഷി ചെയ്യുന്ന വയലുകളും ഗോതമ്പ് പാടങ്ങളുമൊക്കെയുണ്ട്. റിസർവോയറിൽ നിന്നും വെള്ളം ഇവിടേക്ക് പമ്പ് ചെയ്ത് കയറ്റുകയാണ് ചെയ്യുന്നത്. രാവിലെ തന്നെ ഗോതമ്പ് പാടത്ത് ജോലികൾക്കിറങ്ങിയിരിക്കുകയാണ് കർഷക ദമ്പതിമാർ. വെയിലുറയ്ക്കുന്നതിന് മുൻപ് പണി തീർക്കാൻ ഇറങ്ങിയവരാണിവർ. ഞാൻ അവരെ പരിചയപ്പെട്ടു. ബേബി എന്നാണ് ഈ സ്ത്രീയുടെ പേര്. റിസർവോയറിൽ നിന്നും മോട്ടോർ വെച്ച് വെള്ളം ഇവിടേക്ക് പമ്പ് ചെയ്തെടുക്കുകയാണ്. ഇവർക്ക് സ്വന്തമായി അതിനുള്ള സംവിധാനമുണ്ട്. തഴച്ചു വളരുന്ന ഗോതമ്പ് പാടത്തിനപ്പുറം പുതിയ കൃഷിക്കൊരുക്കിയിട്ടിരിക്കുന്ന വയൽ. ഇവിടെ കൃഷിയിടങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആളുകൾ പാർക്കുന്ന ഗ്രാമങ്ങൾ കുറച്ചകലെയാണ്. ഗംഗാവാരെ എന്ന ഗ്രാമത്തിലുള്ളവരാണ് ഇവരൊക്കെ. ബേബിയുടെ ഭർത്താവിനെയും പരിചയപ്പെട്ടു. അദ്ദേഹം കൃഷിയിടത്തിൽ നിന്ന് കള പറിച്ചു നീക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഇവർക്കിവിടെ 2 ഏക്കർ ഭൂമിയുണ്ട്. പ്രധാന കൃഷി ഗോതമ്പാണ്. അടുത്ത ഗ്രാമത്തിലാണ് താമസം. ജലസേചനത്തിന്റെ കാര്യം തന്നെയാണ് പ്രധാനമായും പറയുന്നത്. റിസർവോയറിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്യുന്ന കാര്യവും. ഇദ്ദേഹത്തിന് കൃഷിപ്പണി മാത്രമല്ല ഉള്ളത്. ഇവിടുത്തെ സുലാ റിസോർട്ടിലെ ജോലിക്കാരൻ കൂടിയാണ്. ജോലിക്ക് പോകുന്നതിനു മുൻപ് രാവിലെ ഇവിടെ വന്ന് പാടം നനയ്ക്കും. എല്ലാ ദിവസവും ഭാര്യയും ഭർത്താവും കൂടി വന്ന് ആദ്യം ചെയ്യുന്ന ജോലിയാണത്. പിന്നെ കളകളൊക്കെ നീക്കും. എന്നിട്ട് വേണം ഇദ്ദേഹത്തിന് ജോലിക്ക് പോകാൻ. ആൾ സുലാ റിസോർട്ടിന്റെ ടീഷർട്ട് തന്നെയാണ് ധരിച്ചിരിക്കുന്നത്. എവിടെയാണ് താമസമെന്ന് അദ്ദേഹം എന്നോട് ചോദിച്ചു. ആര്യ റിസോർട്ടിലാണെന്ന് ഞാൻ പറഞ്ഞു. ചെക്കൗട്ട് ചെയ്താണോ വന്നിരിക്കുന്നതെന്നായി അടുത്ത ചോദ്യം. അതെ എന്ന് ഞാൻ പറഞ്ഞു. സുലയിലേക്ക് വരുന്നില്ലേ എന്നായി അയാൾ. താമസിക്കുന്നില്ലെങ്കിലും അവിടെ ഒന്ന് സന്ദർശിക്കാമത്രേ. ടൂറിസ്റ്റുകളായി ഇങ്ങനെ ചിലർ രാവിലെ തന്നെ എത്തിത്തുടങ്ങുന്നുണ്ട്. സ്വൈര്യസല്ലാപത്തിനെത്തുന്ന കമിതാക്കളുമാകാം. റിസർവോയറിന്റെ പരിസരത്ത് ഇങ്ങനെ ചില വീടുകളുണ്ട്. കർഷകരുടെ വീടുകളാണ്. തെല്ല് ദാരിദ്ര്യം പിടിച്ച വീടുകളാണെന്ന് തോന്നും. ഞാനൊരു വീടിനടുത്തേക്ക് നടന്നു ചെന്നു. പുറത്തൊന്നും ആരെയും കാണുന്നില്ല. വഴിയിൽ ഒരു ബൈക്ക് നിർത്തിയിട്ടിരിക്കുന്നു. ഒരു പശുക്കിടാവ് മുറ്റത്തുണ്ട്. ജനിച്ചിട്ട് അധികം നാളായിട്ടില്ലാത്ത ഒരു പശുക്കിടാവ്. നല്ല സുന്ദരി.
അവൾക്ക് എന്നോട് വലിയ ലോഹ്യമായി. വീടിനടുത്തേക്ക് ചെല്ലാൻ നോക്കുമ്പോൾ മനുഷ്യരെ ഒന്നും കാണുന്നില്ല. മുറ്റത്തൊരു പട്ടിക്കുഞ്ഞ് ചുറ്റി നടക്കുന്നുമുണ്ട്. കയറി ചെല്ലുമ്പോൾ ചെറിയൊരു ഭയമുണ്ടെനിക്ക്. ആളുകൾ എങ്ങനെ പ്രതികരിക്കുമെന്നറിയില്ലല്ലോ. വൈക്കോലുകൊണ്ട് ഇങ്ങനെ ചെറിയൊരു പന്തലുണ്ട് ഇവിടെ. തകരപ്പാട്ടയടിച്ച് ഭിത്തിയുണ്ടാക്കിയ വീടാണ്. ആരെയും കാണാതെ ആശയക്കുഴപ്പത്തിൽ നിൽക്കുമ്പോഴാണ് ഇവിടെ ഒരാളുള്ളത് ശ്രദ്ധയിൽപ്പെട്ടത്. തൊഴുത്തിൽ ചാണകം വാരുകയാണ് ഒരു സ്ത്രീ. അവർ എന്നെ കണ്ടു. പ്രതികരണം നെഗറ്റീവ് ഒന്നുമല്ല. അതുകൊണ്ട് ഞാൻ അവിടെ കാത്തുനിന്നു. വാരിയ ചാണകം എവിടെയോ കൊണ്ടുപോയി ഇട്ട ശേഷം ആൾ തിരിച്ചു വരുമല്ലോ. സ്ത്രീയുടെ മുന്നേ ഒരു പട്ടിക്കുട്ടി ഓടി വരുന്നുണ്ട്. അവൻ എന്റെ അടുത്തേക്ക് വരാൻ അത്ര ധൈര്യപ്പെടുന്നില്ല. ഞാൻ അപകടകാരിയല്ല എന്ന് മനസ്സിലാക്കിയിട്ടാവാം ആ സ്ത്രീ അടുത്തേക്ക് വന്നത്. ചൂലും ചാണകപാത്രവുമൊക്കെ ഒരു ഭാഗത്തിട്ട് അവർ വരുന്നു. ശൈല എന്നാണ് ഇവരുടെ പേര്. കേരളത്തിൽ നിന്ന് വരികയാണെന്നും നിങ്ങളുടെ ഗ്രാമവും ജീവിതവുമൊക്കെ ഒന്ന് അറിയാനാണ് വന്നതെന്നും പറഞ്ഞു. അവർക്ക് എതിർപ്പൊന്നുമില്ല. അംഗനവാടി ടീച്ചറാണ് ശൈല. ഇവിടുത്തെ സ്ഥിരവാസിയല്ല. വീട് ഗംഗാവാരെ എന്ന ഗ്രാമത്തിലാണ്. ഇവിടെ നിന്ന് 2 കിലോമീറ്റർ അകലെയാണത്. ഇവർക്കിവിടെ കുറച്ച് കൃഷിയിടമുണ്ട്. ഒരു കന്നുകാലി തൊഴുത്തും. കൃഷി നോക്കുന്നതിനു വേണ്ടിയാണ് ഇവിടെ വന്ന് താമസിക്കുന്നത്. മിക്കപ്പോഴും ഗ്രാമത്തിലെ വീട്ടിലേക്ക് പോവുകയും ചെയ്യും. ഇവരും ഭർത്താവും കൂടിയാണ് ഇവിടെ താമസിക്കുന്നത്. മക്കൾ 3 പേരുണ്ട്. ഒരാണും 2 പെൺകുട്ടികളും. അവർ ഗ്രാമത്തിലെ വീട്ടിൽ ശൈലയുടെ മാതാപിതാക്കളോടൊപ്പമാണ് താമസിക്കുന്നത്. ഭർത്താവിന് കൃഷി മാത്രമല്ല, തടാകത്തിൽ മീൻപിടുത്തവുമുണ്ട്. കട്ല, കൊണ്ട തുടങ്ങിയ മീനുകളാണ് ഡാമിലുള്ളത്. ഇന്ന് അംഗനവാടിയിൽ പോകുന്നില്ലേ എന്ന് ചോദിച്ചു ഞാൻ. ഗ്രാമത്തിലാണ് അംഗനവാടി. ഇന്ന് അവിടേക്ക് പോകുന്നില്ല. ഇന്നലെ മുംബൈയിൽ ഒരു മോർച്ചയുണ്ടായിരുന്നു. ജാഥയോ മറ്റോ ആണ്. അതിന് പോയിരിക്കുകയായിരുന്നു ഇവർ. രാത്രി വൈകിയാണ് തിരിച്ചെത്തിയത്. അതുകൊണ്ട് തന്നെ ഭർത്താവ് ഉണർന്നെണീറ്റിട്ടില്ല. ശൈല രാവിലെ തന്നെ ഉണർന്ന് തൊഴുത്ത് വൃത്തിയാക്കുകയും പശുവിനെ മാറ്റിക്കെട്ടുകയും ഒക്കെ ചെയ്യുകയായിരുന്നു. ഒരു അംഗനവാടി ടീച്ചർ ആയതുകൊണ്ടാകാം ഇവർ സങ്കോചമൊന്നും കൂടാതെ ഇങ്ങനെ കാര്യങ്ങളെല്ലാം പറയുന്നത്. ഒത്തിരി കാര്യങ്ങളെക്കുറിച്ചൊന്നും തനിക്കറിയില്ലെന്ന് ഇടയ്ക്കിടെ എന്നോട് പറയുന്നുമുണ്ട്. മറാത്തി കലർന്ന ഹിന്ദിയിലാണ് സംസാരം. അതുകൊണ്ട് ശൈല പറയുന്നതെല്ലാം തന്നെ എനിക്ക് മനസ്സിലായൊന്നുമില്ല. എങ്കിലും ഞങ്ങൾ തമ്മിൽ ആശയവിനിമയം ഭംഗിയായി നടന്നു. 10ാം ക്ലാസ് വരെ ഹിന്ദി പഠിച്ചതിന്റെ ഗുണം ഇപ്പോഴാണ് തിരിച്ചറിയുന്നത്. ഒറ്റയ്ക്ക് ഏത് ഗ്രാമത്തിൽ ചെന്നാലും ആളുകളോട് സംസാരിച്ചു നിൽക്കാൻ പറ്റുന്നു. അതൊരു വലിയ കാര്യമാണല്ലോ. തികച്ചും ഗ്രാമീണമായ നിഷ്കളങ്കതയോടെയാണ് ശൈലയുടെ സംസാരം. വീട്ടിൽ പശുവുണ്ട്, പട്ടിയുണ്ട്, പൂച്ചയുണ്ട് എന്നെല്ലാം പറയുന്നു. 2-3 പശുക്കളുണ്ട്. അവയെ പറമ്പിലേക്ക് ഇറക്കി കെട്ടിയിരിക്കുകയാണ്. ആഴ്ചയിൽ എല്ലാ ദിവസവും ഇവർ ഇവിടെയല്ല താമസം. 2-3 ദിവസം ഗ്രാമത്തിൽ നിന്ന് ഇവിടെ വന്ന് താമസിക്കും. കൃഷികാര്യങ്ങളൊക്കെ നോക്കും. പിന്നെ ഗ്രാമത്തിലേക്ക് മടങ്ങുകയും ചെയ്യും. നേരത്തെ ശങ്കിച്ചു നിന്നിരുന്ന പട്ടിക്കുഞ്ഞിന് എന്നോട് വലിയ ഇഷ്ടമായി. അവന്റെ സ്നേഹം മുഴുവൻ വാലിന്റെ ചലനത്തിലുണ്ട്. അവൻ എന്റെ കാലിൽ ഉരുമുന്നു, വട്ടം ചുറ്റുന്നു. സ്പ്രിങ് പോലെ ആടിക്കൊണ്ടിരിക്കുകയാണ് വാൽ. അത് പറഞ്ഞു പോകുന്ന മട്ടിലാണ് സ്നേഹപ്രകടനം. ഞാൻ അവനോടും അവന്റെ ഉടമയായ ശൈലയോടും യാത്ര പറഞ്ഞ് അവിടെ നിന്നിറങ്ങി. തൊട്ടടുത്ത് ചെറിയൊരു കുളമുണ്ട്. പശുക്കൾക്ക് വെള്ളം കൊടുക്കാനും മറ്റുമുള്ള കുളമാണ്. ഗ്രാമപാതയിലൂടെ ഞാൻ വീണ്ടും കുറച്ചുകൂടി മുന്നോട്ട് നടന്നു. വേറെയും വീടുകളുണ്ട് ഇവിടെ. എല്ലാം കർഷക വീടുകൾ തന്നെ. ശൈല പറഞ്ഞതനുസരിച്ച് മിക്ക വീട്ടിലുള്ളവരും ഇവിടെ വന്ന് 2-3 ദിവസമേ താമസിക്കാറുള്ളൂ. കൃഷിക്ക് നിലമൊരുക്കാനും കളപറിക്കാനുമൊക്കെയുള്ള വരവാണത്. പലരും മിക്ക ദിവസവും രാവിലെ വന്ന് വൈകുന്നേരം തിരിച്ചു പോകുന്നവരാണ്. ഇവിടെയുമുണ്ട് ഒരു തൊഴുത്ത്. അതിൽ 2-3 പശുക്കളുമുണ്ട്. നിരന്ന കൃഷിയിടങ്ങളാണ്. റിസർവോയറിൽ നിന്നും യഥേഷ്ടം ജലം ലഭിക്കുന്നതിനാൽ ഇവിടെ ധാരാളം കൃഷി നടക്കുന്നുണ്ട്. ഗോതമ്പിന്റെ പാടങ്ങളാണ് കൂടുതലും. അതങ്ങ് കുന്നിൻ ചെരുവ് വരെ പരന്നു കിടക്കുകയാണ്. ഇങ്ങനെയൊക്കെയാണ് മഹാരാഷ്ട്രയിൽ പലയിടത്തും കൃഷി നടക്കുന്നത്. പ്രഭാതക്കുളിരിൽ ആ ഗ്രാമപാതയിലൂടെ ഞാൻ കുറേ നേരം ചുറ്റി നടന്നു. പക്ഷേ അധികം ആളുകളെയൊന്നും കണ്ടില്ല.
നാടൻ രീതിയിൽ മികച്ച കൃഷി നടക്കുന്ന സ്ഥലങ്ങളാണ്. കാർ നിർത്തിയിട്ടിരിക്കുന്നിടത്തു നിന്നും ഗ്രാമത്തിലൂടെ ഞാൻ കുറെ ഇങ്ങു പോന്നു കഴിഞ്ഞു. അങ്ങകലെ കാർ കിടക്കുന്നത് കാണാം. ഇങ്ങനെയുള്ള ഉൾഗ്രാമങ്ങളിലൂടെ നടക്കുന്നതും അവിടുത്തെ ആളുകളുടെ ജീവിതം കാണുന്നതുമൊക്കെ എനിക്കിഷ്ടമുള്ള കാര്യമാണ്. ഇന്ത്യയിലെ ഏറ്റവും രസകരമായ കാഴ്ചകളും അതുതന്നെയാണ്. ഞാൻ അവിടെ നിന്നും കാറിൽ കയറി യാത്ര തുടർന്നു. ഇനി ഗംഗാവാരെ ഗ്രാമത്തിലേക്ക് പോകാമെന്നാണ് സന്തോഷിനോട് പറഞ്ഞിരിക്കുന്നത്. ഇവിടുത്തുകാരൻ തന്നെ ആയതിനാൽ സന്തോഷിന് സ്ഥലങ്ങളൊക്കെ അറിയാം. മൺപാതയിൽ നിന്നും ടാർ റോഡിലേക്ക് കയറി. ഇനി ഗംഗാവാരയിലെത്തണം. ഇവിടെ നിന്നും 2 കിലോമീറ്ററുണ്ട് ഗംഗാവാരയിലേക്ക്. അവിടം ലക്ഷ്യമാക്കി സഞ്ചാരം തുടർന്നു.